അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസമായിട്ടോ ലവ് സ്റ്റോറിയുടെ ഇത് ഇട്ടിട്ട്. കാരണം നമുക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഉണ്ടായത് നമ്മൾക്ക് തുമ്മലായിരുന്നു കേട്ടോ. മെനിഞ്ഞാന്ന് ഇന്നലെ ഇന്നൊക്കെ തുമ്മലായിരുന്നു, മൂക്കടപ്പായിരുന്നു. തുമ്മൽ മാറി, മാഷാ അല്ലാഹ് മാറിയുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു കേട്ടോ. സോ ഇനി മുതൽ വരുന്നതായിരിക്കും കേട്ടോ വീഡിയോസൊക്കെ. പിന്നെ പഠിക്കാനും ടെസ്റ്റ് പേപ്പേഴ്സും പരീക്ഷകളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു, കാരണം പരീക്ഷ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ വരുന്നതായിരിക്കും. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ, മറക്കണ്ട കേട്ടോ. ഇനി വാ നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാം. ബൈ, അസ്സലാമലൈക്കും. എൽസ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ റോസിനെ എങ്ങനെയെങ്കിലും എൻ്റെ കൈകളിൽ ആക്കുന്ന അവളെ നീ ഒന്ന് ഇത് ചെയ്യാൻ എനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കണം എൽസ. നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. പറ ക്രിസ്റ്റി. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ക്രിസ്റ്റി. നമുക്ക് അത് തന്നെ ചെയ്യാം. വേണ്ടടി, ആ ജെമി വരുന്നുണ്ട്. ഓക്കെ നീ മാറുന്നില്ലേ? അങ്ങനെ പ്ലാൻ സക്സസ്ഫുൾ ആയി. എടി അങ്ങോട്ട് നോക്ക്. അയ്യോ ആമിന, അയ്യോ എന്റെ അള്ളാ, എന്റെ മാപ്പം ചെയ്തേ. ഇതാ നടുപോയേ. അയ്യോ അയ്യോ. എടി വായിക്കൊളന്ന് നിൽക്കാതെ ഇങ്ങോട്ട് വാടി എൽസേ. ആമിന വിഷമിക്കല്ലേടി ആമിന. അവിടെയൊക്കെ പോവാൻ പറ. അവൾ പ്ലാൻ ചെയ്ത് വെച്ചതാ. ജമീറിന് അവരൊന്നും ഇഷ്ടമല്ലല്ലോ, നിന്നല്ലേ ഇഷ്ടം. അല്ല ഒന്നുമില്ല. എന്താടി ഇവിടെ? പറഞ്ഞു തരാം. അത്രയ്ക്കായോ? പാവോടി, ആമിനെ വിഷമിച്ചു പോയി. അവർ ആ ക്രിസ്ത്യൻ ടീമായിട്ടാണ് ഇത് ചെയ്തത്. പാവം. നമുക്കിത് പറഞ്ഞാലോ? വേണ്ടടി, പറയണ്ടടി. പാവത്തി അല്ലേലും വിഷമിച്ചിരിക്കാവാ. നമുക്ക് അവിടെ എവിടെയെങ്കിലും പോള് ഇവിടെ സമാധാനമായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കട്ടുറുമ്പായി പോവാ. ഓക്കെ. എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? എന്താ എന്റെ ഉള്ള സമാധാനം കൂടെ കളയാനാണോ? എനിക്കറിയില്ലായിരുന്നു അവളെ ആ ഒറ്റ കൃത്യം ഇങ്ങനെ പ്ലാൻ ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നടി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നീ ആയിരിക്കും. നിന്നെ പോലത്തെ മുഖമല്ല അവൾക്ക്. അപ്പൊ നീയാണ് വിചാരിച്ചല്ലേ പിടിച്ചത്. നോക്കിയപ്പോഴാ ക്രിസ്റ്റി എൽസേ. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ, ഇതെന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോവാ. ഞാനിനി നിന്റെ ജീവിതത്തിൽ ഞാൻ ഇനി വരുന്നില്ല ഒരു ശല്യമായിട്ട്. അയ്യോ ജമീറെ, നീ കരയാണോ? കരയല്ലേ. ആ ക്രിസ്റ്റിക്ക് എൽസയ്ക്ക് നമ്മളിട്ടൊരു പണി കൊടുത്തോടാ, വിഷമിക്കല്ലേ. വേണ്ടടി, ഞാൻ ഇതിലപ്പുറം എന്ത് വിഷമിക്കാനാ? എന്റെ ആമിലില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല. നീ പോയിക്കോ, ഞാൻ ക്ലാസ്സിൽ പോട്ടെ. ശരി. എന്താണ് ജമീറെ വിഷമിച്ചിരിക്കണം? എന്തെങ്കിലും കുഴപ്പമുണ്ടാടാ? ഈ അളിയനായിട്ടുള്ള റഷീദിന്റെ അടുത്ത് പറയടാ കുത്തേ. അയ്യോ എടി, ഒരു പാവം കൊച്ചടി. അയ്യോ, ഈ പാവം കുട്ടി എങ്ങനെ കടന്നു? മക്കൾ എവിടെ വന്നത്? മക്കളുടെ പേരെന്താ? നിന്റെ പേരുള്ള കൊച്ചി ആമിന. അയ്യോ ആമിനക്കുട്ടി, ആമിനക്കുട്ടി ആരോടാ വന്നത് പറയൂ. ഞാൻ എന്റെ ചെറിയ
വിഷമിക്കല്ല കേട്ടോ. ജമീറമ്മ 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 ജമീറമ്മ. അയ്യോ എടി ഈ കൊച്ചിന്റെ ഉമ്മ കാണുന്നില്ലല്ലോ. എടി ആൻറ്റി വരുന്നു. എവിടെ? അതോ മക്കളെ എന്റെ കൊച്ചിനെ ആമിനക്കുട്ടീനെ കണ്ടായിരുന്നോ? ആന്റി ആന്റിയുടെ മോള് ദാ എന്റെ കയ്യിലുണ്ട്. ആമിനക്കുട്ടി ആണോ മോളെ? താ എന്റെ കൊച്ചിനെ. ഏതി അയ്യേ ഉമ്മ അഞ്ച് അള്ളാഹു നിങ്ങളെ ഈ 5 പേരും നിങ്ങൾ അനുഗ്രഹിക്കട്ടോ. മക്കളെ കരയില്ലേ മക്കളെ? ഉമ്മ ഇവിടെ അടുത്തെത്തിയില്ലേ? ആമിനക്കുട്ടി ഈ ചേച്ചിമാരുടെ ടാറ്റ പറഞ്ഞേ. അസ്സലാമു അലൈക്കും പറഞ്ഞേ. അസ്സലാമു അലൈക്കും മക്കളെ. വലൈക്കും അസ്സലാം ആന്റി. സൂക്ഷിച്ചു പോണേ. വലൈക്കും അസ്സലാം ആന്റി. സൂക്ഷിച്ചു പോണേ. ശരി മക്കളെ. വലൈക്കും അസ്സലാം. ഇല്ല